KSRTC എന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇടം കണ്ടെത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇതിൽ ചെയ്യാനായിട്ട് എല്ലാവരും വന്നത് ഇത് ഇപ്പം ഇവിടെ എത്തിയാരെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാനില്ല. സ്ത്രീകൾക്കായിട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭരണം കൊണ്ടുവരും. പക്ഷെ അതിനൊക്കെ തന്നെ വ്യത്യസ്തമായി എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ളത് എന്നുള്ളതിന്റെ തെളിവായി ഇന്നത്തെ ദിവസം നമ്മുടെ മുമ്പിൽ. ഞാൻ കൂടുതലായി ഒന്നും പ്രസംഗിക്കുന്നില്ല. കാരണം ഇവിടെ സ്വാഗതം പറഞ്ഞ KSRTC ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ നമുക്കിത് വളരെ പെട്ടെന്ന് 9 മണിക്ക് തന്നെ ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സമയക്രമം പാലിക്കാതിരിക്കാൻ പറ്റും. നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ ഏറെ പറയേണ്ട ആവശ്യമില്ല. നിലപാടുകൾ ശക്തമായി ആളുകളുടെ മുമ്പിൽ പറയാനും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ എന്ന് എടുത്തു പറയേണ്ട കേരളത്തിലെ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയത്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവുക. ആ മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് തെറ്റായി പോയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമായ സ്ത്രീകൾക്കുള്ള KSRTCയിൽ സൗജന്യ യാത്ര പറയുന്നു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു. സൗജന്യ യാത്ര അനുവദിച്ച് ഇന്നത്തെ ദിവസം യാത്ര ധരിക്കുമ്പോൾ ചില ആളുകളൊന്നും ഇന്നത്തെ വേദിയിൽ നമുക്ക് കാണാനില്ല. പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാത്തത് കൊണ്ട് ഞങ്ങൾ വിട്ടുനിന്നു എന്നുള്ളതാണ്. ഇവരോടൊന്നും കൂടുതലായി ഇവരെ പറ്റി ഒന്നും പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. കാരണം ഒരു സർക്കാർ ഒരു തീരുമാനം പറയുന്നു, ആ തീരുമാനം നടപ്പിലാക്കുന്നു എന്ന് മാത്രമല്ല സർക്കാർ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. ഈ തീരുമാനം വന്നതിന് ഓർഡിനറി ബസ്സിൽ തീരുമാനം വന്നതിന് ശേഷം ബാക്കി ഏതൊക്കെ മേഖലകളിൽ ബസ്സുകളിൽ ഈ യാത്രാ സൗജന്യമാക്കാനുള്ള തീരുമാനം സർക്കാർ എടുക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ പറഞ്ഞ വാക്കാണ്. കേരളം സംസ്ഥാന രൂപം കൊണ്ടതിനു ശേഷം നിരവധി സർക്കാരുകൾ മാറി മാറി ഭരിച്ചൊരു കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീകൾക്കുള്ള ഒരു സൗജന്യ യാത്ര ആദ്യമായാണ് ഈ സർക്കാർ കൊണ്ടുവരുന്നത്. അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആളുകളും നെഞ്ചിലേറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനിയും നമുക്ക് ഒരുപടി ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി ഈ സംസ്ഥാനം നടപ്പിലാക്കാൻ പോകുന്ന കാര്യം കാഴ്ചകൾ നമുക്ക് കാണാൻ ഇനിയുമേറെ ഉണ്ട്. വീട് തൂണൂർ അമ്പലത്തിൻ്റെ അടുത്താണ്. ഞങ്ങളിപ്പം പോകുന്നത് പെങ്ങളെ വീട്ടിലേക്കാണ്. പെങ്ങളെ വീട്ടിൽ കുണ്ടു പറമ്പിലേക്കാണ് പോകുന്നത്. പുതിയങ്ങാടിയാണ് ഞങ്ങൾക്ക് ബസ് ഇറങ്ങേണ്ടത്. ഞങ്ങൾക്ക് ഇത് കിട്ടിയതിൽ നല്ലത് തന്നെ. ഞങ്ങൾക്കൊരു ഇതിലാണ്. അല്ല, ഞങ്ങള് ഇത് ഉള്ളത് ഉദ്ഘാടനം ചെയ്ത് വന്നിട്ടില്ലല്ലോ എന്നുള്ളത് അറിയാലോ. അതുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇപ്പം ഇവിടെ എത്തിയാരെയാണ് അറിയുന്നത് ഉദ്ഘാടനം ഇന്നാണ് പോകാമെന്നുള്ളത്. അത് നല്ലതാണെന്നാണ് തോന്നുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. ഓ, കന്യായാത്രയാണ്. അല്ല, ഇതിൽ ചെയ്യാനായിട്ട് എല്ലാവരും വന്നത് ഇത് ഇപ്പം ഇവിടെ എത്തിയാരെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാനുള്ള സൗജന്യ യാത്ര എല്ലാ സ്ത്രീകൾക്കും വളരെ സന്തോഷമുള്ളതാണ്. നമ്മുടെ പല ഭരണം മാറി മാറി വന്നിട്ടും ഇതുവരെ ഇങ്ങനെയൊരു സ്ത്രീകൾക്കായിട്ട് സൗജന്യ യാത്ര ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ട് ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭരണം കൊണ്ടുവരും. അപ്പോൾ ഒരു ദിവസം നല്ലത് ചെയ്ത ഞങ്ങളുടെ UDF ഭരണത്തിന് ജയ് ഹിന്ദ്. ഇത് പ്രിയദർശിനി പോലെയുള്ളൊരു പരിപാടി വളരെ സന്തോഷമുള്ള തന്നെയാണ്. നമ്മളെ സാധാരണക്കാരായ വളരെ ശമ്പളം കുറഞ്ഞ സ്ത്രീകൾ ഈ ഇതുപോലെയുള്ളൊരു പരിപാടി വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്.
ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ KSRTC ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും KSRTC ഉണ്ടാവും. പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങളുടെ ഇടയിലും വളരെ നല്ല ഒരു മനോഭാവമാണ്. ഈ പരിപാടി തുടങ്ങുന്നത് ഒരു വാർത്ത വന്നതോടുകൂടി പൊതുജനങ്ങൾ ഒന്നാകെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് എപ്പോൾ തുടങ്ങുമെന്ന്. ഞങ്ങൾക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. പിന്നെ KSRTCനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള ഒരു അവമതിപ്പൊക്കെ മാറി KSRTC എന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ പിന്നെ ഒരു ഇടം കണ്ടെത്തുന്ന ഒരു പരിപാടി തന്നെയാണ്. ഒരുപാട് സന്തോഷം. Viva